നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകൾ, മിനി മാർട്ടുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ പോലത്തെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ബാർകോഡിങ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നമ്മളുടെ ടാസ്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്ഥാപനം ക്ലോസ് ചെയ്യാത്ത രീതിയിൽ സ്റ്റോക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് മിക്കവാറും ഒരേ സ്വഭാവമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരേ സാധനങ്ങൾ പല ലൊക്കേഷനുകളിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവം നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഒരു ലെക്സിൻ്റെ ഒരു സോപ്പ്, അതേ സെയിം സോപ്പ് ഒന്നിൽ കൂടുതൽ ലൊക്കേഷനുകളിൽ ഉണ്ടാവും. ചില സാധനങ്ങൾ ഇതേപോലെ ഡിസ്പ്ലേയിലേക്ക് ഒരു പീസ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും, ബാക്കിയുള്ള സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പരമാവധി നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് ക്രമീകരിക്കുന്നത് നമ്മളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ വൃത്തിയാവാൻ നന്നാവും എന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ സോഫ്റ്റ്വെയറിലുള്ള ഒരു വലിയ ഫെസിലിറ്റി ആണല്ലോ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഗോഡൗണുകളിലായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നുള്ളൊരു ഫെസിലിറ്റി. ആ രീതിയിലുള്ളൊരു പരിപാടി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളുടെ മെയിൻ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളും സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളുടെ ഗോഡൗൺ ഏരിയകളിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗോഡൗൺ ഏരിയ ഏറ്റവും അവസാനത്തെ സമയത്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന രീതി എന്ന് വെച്ചാൽ ഓരോ റാക്ക് ബൈ റാക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു റാക്ക് സ്റ്റോക്ക് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ റാക്കുമായി ബന്ധപ്പെട്ട സെയിൽസും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്യും ആ റാക്കുമായി ബന്ധപ്പെട്ട. അപ്പോൾ ആ റാക്ക് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത റാക്ക്, നമ്മൾ ഇത് കഴിഞ്ഞാൽ അടുത്തൊരു റാക്ക് എടുക്കണമല്ലോ. ആ റാക്ക് എപ്പോഴാണോ സ്റ്റോക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ആ ചെയ്യാൻ പോകുന്ന റാക്കിൻ്റെയും സെയിൽസ് ക്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതായത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു റിയൽ ടൈമിൽ സ്റ്റോക്കിംഗ് എടുക്കുന്ന ഒരു സാഹചര്യം ഉള്ള സമയത്ത് നമ്മൾ പരമാവധി നമ്മളുടെ സോഫ്റ്റ്വെയറിലുള്ള ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രികൾ പരമാവധി കുറയ്ക്കുക. കാര്യമായിട്ട് സെയിൽസ്, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ പോലത്തെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എൻട്രികൾ കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സെയിൽസ് നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ ഈ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരേ സാധനം ഒന്നിൽ കൂടുതൽ ലൊക്കേഷനുകളിൽ ഉണ്ടെന്ന് കരുതുക. നമ്മൾ ആ സാഹചര്യം പരമാവധി അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതുക. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ലൊക്കേഷൻ എയിലുള്ള സാധനം അല്ലെങ്കിൽ റാക്ക് 1ലുള്ള സാധനം നമ്മൾ ഓൾറെഡി എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, സ്റ്റോക്കിൻ്റെ ഭാഗമായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേ സാധനമായിരിക്കും നമുക്ക് റാക്ക് 2ലും ഉണ്ടാവുക, ഒരു 2 പീസ്. ആ 2 പീസിൽ ഒരു പീസ് ഐറ്റം നമ്മളുടെ കസ്റ്റമർ, അതായത് സെയിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അറിയാണ്ട് ഇതിൽ എനിക്കൊരു ഐറ്റം വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓൾറെഡി മറ്റൊരു ഷെൽഫിലുള്ള സാധനം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ഐറ്റം കൂടെ ആയത് സ്ഥിതിക്ക് എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഐറ്റം നമ്മൾ സ്റ്റോക്കിൽ പ്രോസസ്സ് ചെയ്തിട്ട് വേണം അത് ബില്ല് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ശരിയാവുക. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. പരമാവധി നമ്മളുടെ എല്ലാ ഐറ്റവും നമ്മൾ സ്റ്റോക്ക് ടേക്കിങ്ങിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ സ്ഥലത്തേക്ക് ആദ്യമേ എത്തിച്ചാൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ പരമാവധി കുറയുന്നതാണ്. അപ്പോൾ അതായിരിക്കും അതിന് ഏറ്റവും ഉചിതമായ ഒരു രീതി. നമ്മൾ ഒരു പുതിയ സ്റ്റോക്ക് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പർച്ചേസ് എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അതിൽ 2 തരം ബാർകോഡുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, എക്സിസ്റ്റിംഗ് ഉള്ള ബാർകോഡുകൾ പർച്ചേസിൻ്റെ ഭാഗമായിട്ടും വരും. അതുപോലെ തന്നെ പുതിയ ബാർകോഡുകളും പർച്ചേസിൻ്റെ എൻട്രീൻ്റെ ഭാഗമായിട്ട് വരും. അതിൽ പുതിയ ന്യൂ ബാർകോഡ്സ് ആണെന്ന് കരുതുക. പുതിയ എന്നേ വരല്ലാത്ത ന്യൂ ബാർകോഡായിട്ട് വന്ന ഒരു ഐറ്റം അതിൻ്റെ പർച്ചേസ് എൻട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന ഐറ്റവുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് എല്ലാം മറ്റൊരു സ്ഥലത്ത്, അതായത് ഒന്നില്ലെങ്കിൽ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തോ, അതായത് സ്റ്റോക്ക് എടുക്കാനുള്ള ഒരു ഏരിയയിൽ അത്തരം ഐറ്റംസ് കൊണ്ടുപോയിട്ട് വെക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പർച്ചേസ് എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എക്സിസ്റ്റിംഗ് ബാർകോഡാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് കരുതുക. ആ എക്സിസ്റ്റിംഗ് ബാർകോഡ് ഓൾറെഡി സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞ ഒരു ബാർകോഡ് ആണെങ്കിൽ, ഓൾറെഡി സ്റ്റോക്ക് എടുത്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ഒരു ബാർകോഡ് ആണെങ്കിൽ പരമാവധി ആ എക്സിസ്റ്റിംഗ് ബാർകോഡ് സ്റ്റോക്ക് എടുത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ്. അതിന് സ്റ്റോക്ക് എടുക്കാനുള്ള
ഇതുമായി ബന്ധപ്പെട്ട ഒരു ബാർകോഡ് ആണെങ്കിൽ അത് ഇനി സ്റ്റോക്ക് എടുക്കാനുള്ള സ്ഥലത്തേക്ക് വെക്കുകയും ആ സ്റ്റോക്ക് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആ ബാർകോഡും ആ സ്റ്റോക്ക് എടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, കൗണ്ട് ചെയ്തിട്ട് അതും കൂടെ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഇത്രയൊക്കെയാണ് വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് പലർക്കും ഒരു ശ്രമകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഷോപ്പ് റണ്ണിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ എറർ ഫ്രീ ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ ടാസ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിൻ്റെ പേരിലില്ല. ഇത് നമ്മൾ വളരെയധികം ചെയ്ത് പല സ്ഥലങ്ങളിൽ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമ്മളൊരു ഈ ഒരു രീതിയിൽ സ്റ്റോക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളുടെ സ്ഥാപനം ക്ലോസ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഏറ്റവും സിമ്പിളായ രീതിയിൽ ഇത് നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് സ്റ്റോക്ക് എടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് നമ്മൾ സ്ഥാപനം അടയ്ക്കേണ്ട സാഹചര്യങ്ങളോ സ്ഥാപനം അടച്ചിട്ട് അതിൻ്റെ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട സാഹചര്യങ്ങളോ യഥാർത്ഥത്തിൽ ടാസ്കിലില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുകൾ, അതുപോലെ നമുക്ക് കിട്ടാവുന്ന റിപ്പോർട്ടുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി ഞാൻ എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തരാം. നമ്മളുടെ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ സോഫ്റ്റ്വെയർ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ മാസ്റ്റർലി ഇൻവെൻട്രി സ്റ്റോക്കിൽ ബാർകോഡ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ജമ്പ് ലിസ്റ്റിൽ AI സ്കാൻ ഓൾ ബാർകോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഇത് ഒരു സ്കാനിങ് ആണ്. ഈ സ്കാനിങ് പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് കൊടുക്കുമ്പോഴുള്ള ആകെ ഒരു കാര്യം വെച്ചാൽ നമ്മളുടെ സ്ഥാപനത്തിലെ ഐറ്റത്തിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള സ്കാനിങ് ടൈമാണ് ഇതിനെടുക്കുക. അപ്പോൾ ഈ സ്കാനിങ് വെരി ഹൈ സ്പീഡാണ്. ഈ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ സ്റ്റോക്ക് ടേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളുടെ പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുകളും പരിപാടികളും കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളെ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, പാസ്വേഡ് കാര്യങ്ങളൊക്കെ അടിച്ച് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് ടേക്കിംഗ് തുടങ്ങുന്നതിന് പിന്നെ എൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മളിവിടെ ഇൻവെൻട്രിയിൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത്. സ്റ്റോക്ക് ടേക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് ടേക്കിംഗ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റോക്ക് ടേക്കിംഗ് കണ്ടിന്യൂസിൽ ഇവിടെ സ്റ്റോക്ക് ടേക്കിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ആക്ടിവേറ്റ് സ്റ്റോക്ക് ടേക്കിംഗ് മോഡ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് കൊടുക്കും. അതിനുശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് പ്രോസസ്സ് കൊടുത്തിട്ട് യെസ് കൊടുക്കുന്നതോടുകൂടി സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ഒരു റെഡി ടു ടേക്ക് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് മൊത്തം ബാർകോഡും ഐറ്റവും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഫിസിക്കൽ സ്റ്റോക്ക് എൻട്രി ഉണ്ട്. ഫിസിക്കൽ സ്റ്റോക്ക് എൻട്രി എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മളുടെ പിന്നെ ബാർകോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാർകോഡ്, അതിൻ്റെ സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റോക്ക് അങ്ങനെ എടുത്തെടുത്ത് നമുക്ക് സേവ് ചെയ്ത് വെച്ച് പോവാം. ഇതേ സമയം നമ്മളുടെ മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, നമ്മളുടെ മാജിക്പീഡിയയുടെ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ആ കൗണ്ട് ചെയ്യുന്ന സ്റ്റോക്കും നമ്മളുടെ ഫിസിക്കൽ സ്റ്റോക്ക് എൻട്രീൻ്റെ ഭാഗമായിട്ട് വരും. ഈ വന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരോ റാക്ക് തീരുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രോസസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഒന്ന് രണ്ട് സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ആഡ് ടു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എന്നുള്ളതിൻ്റെ ചെക്ക് ബോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്ത് തരണം. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർവീസ് എഞ്ചിനീയറോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ കാണിച്ചു തരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളുടെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ഇടയിലൂടെ അറിയാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓൾറെഡി പ്രോസസ്ഡ് എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിച്ചിട്ട് നമ്മളുടെ നിലവിലുള്ള സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ ബാർകോഡുകൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഓൾറെഡി പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഫൈൻഡ് അൺടച്ച്ഡ് ബാർകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഫൈൻഡ് അൺടച്ച്ഡ് ബാർകോഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ തൊടാതെ പോയ ബാർകോഡ്, അതായത് നമ്മളുടെ പരിധിയിൽ വരാണ്ട് പോയ ബാർകോഡുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ആ സംഭവം ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ മറ്റേതെങ്കിലും ലൊക്കേഷനുകളിൽ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ ഈ ഒരു ഓപ്ഷൻ വളരെ അധികം ഉപകാരപ്പെടും. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഫൈൻഡ് ബാർകോഡ്സ് അപ്പിയർഡ് അൺനോയിങ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്ക് ടേക്കിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വരുന്ന പുതിയ പർച്ചേസുകളിലുള്ള
പുതിയ ബാർകോഡുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാനാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് സെയിം ക്വാണ്ടിറ്റി ബാർകോഡ്സ്, അതായത് നമ്മളെ സ്റ്റോക്ക് ടേക്കിംഗ് തുടങ്ങിയതിന് ശേഷം സ്റ്റോക്ക് ടേക്കിംഗ് തൊട്ട് മുമ്പും സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷവും ഡിഫറൻസ് ഇല്ലാത്ത ബാർകോഡുകൾ, അതായത് ഉദാഹരണത്തിന് ഒരു ഐറ്റം സ്റ്റോക്ക് എടുപ്പിന് മുമ്പ് 10 ക്വാണ്ടിറ്റി ഉണ്ട്, സ്റ്റോക്ക് എടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതും സെയിം ക്വാണ്ടിറ്റിയാണ്, അതിൽ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, അതായത് കറക്റ്റായ രീതിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് അറിയാനുള്ള അങ്ങനെയുള്ള ബാർകോഡുകളാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ഇടയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നോക്കാനും കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സ്റ്റോക്കിനെ ഫൈനൽ സ്റ്റോക്കാക്കി മാറ്റണം. അപ്പോൾ ആ മാറ്റുന്നതിന് മുമ്പായിട്ട് ഇവിടെ മേക്ക് റിമൈനിങ് ബാർകോഡ് ക്വാണ്ടിറ്റി 0 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇതിന് ശേഷം അവസാനത്തെ സ്റ്റേജാണ് എൻഡ് പ്രോസസ്സ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ ഇടയിലും അതേപോലെ അവസാനത്തെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളുടെ സർവീസ് എഞ്ചിനീയേഴ്സും മറ്റാളുകളൊക്കെ ഉണ്ടാവും. അവർ നിങ്ങളതിന് വേണ്ട ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിയൽ ടൈമിൽ സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്.